അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് മലയാളം മീഡിയം അടിസ്ഥാന ശാസ്ത്രം സെക്കൻഡ് ടേം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഇത് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, പ്രവർത്തനം 1 മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതൊക്കെ? 1 ജന്തുക്കൾ വഴി, പിന്നെ കാറ്റ് മൂലം, പിന്നെ വെള്ളം, പിന്നെ പൊട്ടിത്തെറിച്ച്. ബി ക്വസ്റ്റ്യൻ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? 1 ആകർഷകമായ നിറം, മണം, മധുരം, പിന്നെ മാംസളമായ ഭാഗങ്ങൾ, ഇതെല്ലാമാണ്. ഇനി സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏത്? ആൻസർ വെണ്ട. രണ്ടാമത്തെ പ്രവർത്തനം, വിത്ത് മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ, ഗ്ലാസ്, പയർ. അപ്പോൾ 2 നമ്മൾ ഫില്ല് ചെയ്യണം. വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും എഴുതുക. ഇപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിനായിട്ട് പ്രകാശം ആവശ്യമാണോ എന്നറിയുന്നതിനുള്ള പരീക്ഷണത്തിൻ്റെ ഉപകരണങ്ങളും നടപടികളും. ഉപകരണങ്ങൾ സ്റ്റീൽ ഗ്ലാസ് 2, പയർ കുറച്ചെടുക്കുക, കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ, വെള്ളം, അതൊക്കെയാണ് സാധനങ്ങൾ. പിന്നെ 2 സ്റ്റീൽ ഗ്ലാസ്സിലും കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വയ്ക്കുക. ഓരോ ഗ്ലാസ്സിലും 3-4 പയർ വിത്തുകൾ വീതം വയ്ക്കുക. 2ലും ഒരേ അളവിൽ വെള്ളം തളിക്കുക. ഗ്ലാസ് എ പ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുക. ഗ്ലാസ് ബി ഇരുണ്ട സ്ഥലത്ത്, അതായത് അലമാരിയിലോ പെട്ടിയിലോ അങ്ങനെ വയ്ക്കുക. 3-4 ദിവസം നിരീക്ഷിക്കുക. പ്രകാശമുള്ള സ്ഥലത്ത് വെച്ച വിത്തുകൾ സാധാരണ രീതിയിൽ മുളയ്ക്കും. ഇരുട്ടിൽ വെച്ചവ ശരിയായ രീതിയിൽ മുളയ്ക്കുകയോ വളരെ മന്ദഗതിയിൽ മുളയ്ക്കുകയോ ചെയ്യും, മുളയ്ക്കാതിരിക്കുകയും ചെയ്യും. നിഗമനം, വിത്ത് മുളയ്ക്കുന്നതിനും ശരിയായ വളർച്ചയ്ക്കും പ്രകാശം ആവശ്യമാണെന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ, വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രം, അതായത് കോട്ടിലഡൻസ്. ഇനി താഴെ പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമായിരിക്കും, റാഡിക്കിൾ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ ഒരു കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഭക്ഷ്യശൃംഖലയിൽ? കുറുക്കൻ ഭക്ഷിക്കുന്ന മൃഗങ്ങൾ ആയ ചെറിയ മൃഗങ്ങൾ, മുയൽ, പിന്നെ ചെറിയ പക്ഷികൾ, പിന്നെ കൊച്ചു മൃഗങ്ങൾ, അവയുടെ എണ്ണം കൂടും. കാരണം കുറുക്കന്മാർ അവരെ കഴിക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ ആ ചെറിയ മൃഗങ്ങളുടെ എണ്ണം കൂടും. പക്ഷെ അവർ കഴിക്കുന്ന സാധനങ്ങളാണ് ഏത്? ഇൻസെക്റ്റുകൾ, ചെറിയ കീടങ്ങൾ, സസ്യങ്ങൾ. അപ്പോൾ ആ സസ്യങ്ങളുടെയും കീടങ്ങളുടെയും അളവ് നന്നായിട്ട് അങ്ങോട്ട് കുറയും. അപ്പോൾ പരിസ്ഥിതിയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാവും. കാരണം ഭക്ഷണം കിട്ടാണ്ട് വരും. പിന്നെ സസ്യങ്ങളും പ്രകൃതി തന്നെ നശിച്ചു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. ബി ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുക. പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് ചെയ്യണേ? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വിടും. ശ്വസനത്തിലോ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഇനി സി ക്വസ്റ്റ്യൻ, ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ആന്തോസയാനിൻ. ഇനി പ്രവർത്തനം 4, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ജലത്തിൻ്റെ സവിശേഷതകൾ, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. എന്താണ്? അതിന് ഒരെണ്ണം തന്നിട്ടുണ്ട്, താപം വഹിക്കാനുള്ള കഴിവ്. പിന്നെ നിറമില്ല, മണമില്ല, സുതാര്യമാണ്, പ്രകാശം കടത്തിവിടും, നല്ലൊരു സോൾവെൻ്റാണ്, ലായകമാണ്. കാരണം കുറേ സബ്സ്റ്റൻസസ് ഈ ജലത്തിൽ ലയിക്കുന്നുണ്ട്. ബി ക്വസ്റ്റ്യൻ, മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക. പദാർത്ഥം, ജലം.
ജലം അവസ്ഥ ദ്രാവകം, ദ്രാവകാവസ്ഥയിലാണ് ജലം. ഐസ് ഖരാവസ്ഥയിലാണ്, സോളിഡാണ്. പിന്നെ വാതകം എന്ന് പറയുമ്പോൾ നീരാവിയാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത്? മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക. അപ്പോൾ ഒന്നാമത്തെ കൂട്ടത്തിൽ പെടുന്നതാണ് മാവ്, പ്ലാവ്, പേര. രണ്ടാമത്തെ കൂട്ടത്തിൽ പെടുന്നതാണ് തെങ്ങ്, പുല്ല്, നെല്ല്, മുള. ഇതൊക്കെ രണ്ടാമത്തെ കൂട്ടത്തിൽ. ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളിലെ ഇലകളുടെ സവിശേഷത. കൂട്ടം 1 മാവ്, അതൊക്കെ ജാലികാസിര നെറ്റ്വർക്ക് വെയിനാണ്, ജാലികാസിര സിരാവിന്യാസം. കൂട്ടം 2 സമാന്തരമാണ് അല്ലേ, തെങ്ങോല കണ്ടിട്ടില്ലേ? അപ്പോൾ അത് സമാന്തര പാരലായിട്ടുള്ള വിന്യാസമാണ്, സമാന്തര വിന്യാസം. ഇനി മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോഡി ഏത്? ചേമ്പ്, ചേന. ആറാമത്തെ പ്രവർത്തനം, ചിത്രീകരണം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 2 എണ്ണം കൂടി എഴുതുക. 2 എണ്ണം തന്നിട്ടുണ്ട്, അപ്പോൾ 2 എണ്ണം കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, സൂര്യനാണ് കേന്ദ്രം, ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണ പഥം, അത് തന്നിട്ടുണ്ട്. ഇനി ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി നിശ്ചിത ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്നു. പിന്നെ സൂര്യനും ഗ്രഹങ്ങളും ചേർന്നതാണ് സൂര്യകുടുംബം, അതായത് സൗരയൂഥം. ഇനി ബി ക്വസ്റ്റ്യൻ, കൃത്രിമ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തീകരിക്കുക. കൃത്രിമ ഉപഗ്രഹം ഇൻസാറ്റ്, അത് വാർത്താവിനിമയമാണ്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസമാണ്. ഇനി പ്രതിരോധം ഡിഫൻസിൽ വരുന്നത് ജിസാറ്റ്. സി ക്വസ്റ്റ്യൻ, ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്താണ്? ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ പേരാണ് ഹണ്ടർ, വേട്ടക്കാരൻ. ഇനി ഏഴാമത്തെ പ്രവർത്തനം, താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക. നാരങ്ങ വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു, നാരങ്ങ വെള്ളത്തിൽ കല്ലുപ്പ് ചേർക്കുന്നു. ഈ 2 സന്ദർഭങ്ങളിലും ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത്? ഉപ്പ് അലിഞ്ഞു ചേരുന്നത് പൊടിയുപ്പിലായിരിക്കും അല്ലേ? കാരണം അത് പൊടിച്ച ഉപ്പ് ചെറിയ കണങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കും കല്ലുപ്പിനേക്കാളും. ഇനി ബി ക്വസ്റ്റ്യൻ, വസ്തുക്കളുടെ ലയനവേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു 2 ഘടകങ്ങൾ ഏതെല്ലാം? 1, ദ്രാവകത്തിൻ്റെ താപനില, പിന്നെ ഷെയ്ക്ക് ചെയ്താൽ, സ്റ്റിർ ചെയ്താൽ, കലക്കിയാൽ ഇത് വേഗത്തിൽ ലയിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. സെൻറ്ററിൽ ജലമാണ് അല്ലേ, അപ്പോൾ ആരോ ഇട്ടത് ശ്രദ്ധിക്കണം. ആരോ ജലം ചൂടാക്കിയാൽ നീരാവിയാകുന്നു, ജലം തണുപ്പിക്കുന്ന ഐസാകുന്നു.